വിശാലമായ റെയിൽവേ സംവിധാനമുള്ള നാടാണ് ഇന്ത്യ. പർവ്വതങ്ങളും മരുഭൂമികളും കാടുകളും പുഴകളും കടന്നുപോകുന്ന ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിനുകളും ഹൈപ്പർലൂപ്പ് ട്രെയിനുകളും അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഒച്ചിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളും ഇന്ത്യയിലുണ്ട്. വേഗത കുറവാണെങ്കിലും നിറയെ യാത്രക്കാരുള്ള ഈ ട്രെയിൻ തമിഴ്നാട്ടിലാണ്. മേട്ടുപ്പാളയത്തെയും ഊട്ടിയെയും ബന്ധിപ്പിക്കുന്ന നീലഗിരി മൗണ്ടൻ റെയിൽവേയിലൂടെ കടന്നുപോകുന്ന ട്രെയിനാണ് രാജ്യത്തെ ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിൻ. റാക്ക് റെയിൽവേ പാതകൾ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു തീവണ്ടി പാതയാണ് ഇത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പൈതൃക തീവണ്ടി എന്നും ഇത് അറിയപ്പെടുന്നു. മണിക്കൂറിൽ ശരാശരി 10.4 കിലോമീറ്റർ വേഗതയിലാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. 46 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 5 മണിക്കൂർ വേണ്ടിവരും. ഒരു സൈക്കിളിനേക്കാൾ വേഗത കുറവാണ് ഈ തീവണ്ടിക്ക്. വേഗത കുറവാണെങ്കിലും മികച്ച ദൃശ്യാനുഭവമാണ് ട്രെയിൻ യാത്ര സമ്മാനിക്കുന്നത്. നീലഗിരി കുന്നുകളും താഴ്വാരങ്ങളും വനങ്ങളും വെള്ളച്ചാട്ടങ്ങളും കടന്നുപോകുന്ന ഈ തീവണ്ടി 16 തുരങ്കങ്ങളും 250ലധികം പാലങ്ങളും 208 കൊടും വളവുകളും കടന്നാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. കൂനൂർ, വെല്ലിംഗ്ടൺ, ലവ്ഡെയിൽ, ഉദകമണ്ഡലം എന്നീ സ്ഥലങ്ങളിലൂടെയാണ് തീവണ്ടി പോകുന്നത്. വളരെ പതുക്കെ പോകുന്നതുകൊണ്ട് തന്നെ കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും ആഴമേറിയ മലയിടുക്കുകളും ഉരുണ്ടുകൂടുന്ന കുന്നുകളും നിറഞ്ഞ മനോഹരമായ പ്രകൃതിയെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. മനോഹരമായ വഴിയിലൂടെ ഇറങ്ങാൻ ഏകദേശം 4 മണിക്കൂർ എടുക്കും. 1908 ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ റെയിൽ പാത നിർമ്മിച്ചത്. ചിലർ ഇതിനെ ടോയ് ട്രെയിൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നു. ഏറ്റവും അധികം സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള തീവണ്ടിയാണ് ഇത്. ദിൽസെ എന്ന ചിത്രത്തിലെ ചയ്യ ചയ്യ എന്ന ഗാനരംഗം ഓർമ്മയില്. ഷാരൂഖ് ഖാൻ തീവണ്ടിയുടെ മുകളിലൂടെ നിന്നും ഡാൻസ് കളിക്കുന്നത് ഇവിടെ നിന്നാണ്. ബർഫി എന്ന രൺബീർ ചിത്രത്തിലും നീലഗിരി മൗണ്ടൻ ട്രെയിൻ ഉണ്ട്. ശ്രീദേവിയും കമൽഹാസനും അഭിനയിച്ച് 1983 പുറത്തിറങ്ങിയ സദ്മ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് നീലഗിരി മൗണ്ട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. IRCTC വെബ്സൈറ്റ് വഴിയോ റെയിൽവേ സ്റ്റേഷനുകളിലോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സീറ്റുകൾ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആകും, പ്രത്യേകിച്ച് തിരക്കേറിയ സീസണിൽ. അതിനാൽ നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഉചിതം.